മാറക്കര ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് നിരാശാജനകവും ജനവിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിൽ സംസ്ഥാന സർക്കാർ നിർബന്ധിത പദ്ധതികൾ ആയി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ട നിർബന്ധിത പദ്ധതികൾ ആയ പദ്ധതികൾ ഒഴികെ പുതിയ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ UDF ഭരണസമിതിക്ക് ആയിട്ടില്ല. മാത്രവുമല്ല, ഗ്രാമപഞ്ചായത്തിന്റെ ഉൽപാദന മേഖലയിൽ ശ്രദ്ധ ചെലുത്താനോ ഊന്നൽ നൽകാനോ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ബജറ്റിന് സാധിച്ചിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖല. കാർഷിക മേഖല ഏറ്റവും പുതിയ വെല്ലുവിളിയായാണ് കാട്ടുപന്നി ശല്യം. ഈ കാട്ടുപന്നി ശല്യം തുരത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാനോ മറ്റോ ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ യാതൊരു നീക്കിയിരിപ്പും കാണുന്നില്ല. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം എന്നുള്ള സ്വപ്നം ഇനിയും സ്വപ്നമായി തന്നെ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന കായിക താരങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും നല്ല കാര്യശേഷിയുള്ള ക്ഷമതയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ഒരു പദ്ധതിയും ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ കണ്ടില്ല. ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം രൂപീകരിക്കാൻ പോലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നതും നാം കാണേണ്ടതാണ്. സന്തോഷ് ട്രോഫി താരവും അതുപോലെ തന്നെ കേരള ജൂനിയർ ക്രിക്കറ്റ് ടീമിലടക്കം കളിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങിയ ഒരു നല്ല കായിക താരനിരയെ വാർത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും നാം കാണേണ്ടതാണ് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണമായിരുന്നു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തീർത്തും നിരാശാജനകമായ ഒരു ബജറ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. തനതായിട്ടുള്ള സംസ്ഥാന സർക്കാർ തരുന്ന ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളല്ലാതെ കാർഷിക മേഖലയ്ക്ക് ഒരു നൂതന പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കാട്ടുപന്നി ശല്യം വളരെ അതിരൂക്ഷമായി 2ാം വാർഡിലടക്കം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ വാർഡിലടക്കം അതിരൂക്ഷമായി നമ്മുടെ കാട്ടുപന്നി ശല്യം നിലനിൽക്കുകയാണ്. ഈ കാട്ടുപന്നി ശല്യത്തിനെതിരായിക്കൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു കാര്യം, നമ്മുടെ കളിക്കളം. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിപക്ഷവും അതുപോലെ തന്നെ നാട്ടിലെ ബഹുജനങ്ങളുമെല്ലാം യുവജന ക്ലബ്ബുകളും യുവജനങ്ങളുമെല്ലാം വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു സംഗതിയായിരുന്നു നമ്മുടെ ഒരു സ്വന്തമായ ഒരു കളിക്കളം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സന്തോഷ് ട്രോഫി പ്ലെയർ അടക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഗേൾസ് ക്രിക്കറ്റിൽ, ജൂനിയർ ഗേൾസ് ക്രിക്കറ്റിലടക്കം സംസ്ഥാന തലത്തിൽ വരെ കുട്ടികൾ കളിക്കുന്ന കുട്ടികളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്ത്. ആ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള 10 രൂപയെങ്കിലും നീക്കിവെക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെ വേദനാജനകമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, തെരുവിളക്കുകളുടെ കാര്യത്തിൽ ഈ തെരുവിളക്കുകളെല്ലാം 4-5 വർഷമായി നേരത്തെ എല്ലാം പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച പോലെ ചില വാർഡുകളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലിരിക്കുന്ന 4-5 ആളുകളുടെ മെമ്പർമാരുടെ വാർഡുകളിൽ മാത്രമായി സ്ട്രീറ്റ് മൈനുകളും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ച് പ്രകാശപൂരിതമാണ് മാറാക്കര എന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ 25-26 സാമ്പത്തിക വർഷത്തിലെ ഈ ബജറ്റിനകത്ത് പ്രഖ്യാപിക്കുകയാണ്. തീർത്തും വിരോധാഭാസമായ ഒരു പ്രഖ്യാപനമായി ഞങ്ങൾ ഈ പ്രതിപക്ഷം ഇതിനെ കാണുന്നു. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നിരവധി റോഡുകൾ ഇപ്പോഴും പൊളിഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ വാർഡുകളിലടക്കം നിരവധി റോഡുകൾ ഇതുപോലെ തന്നെ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും ഫണ്ട് കണ്ടെത്താൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുകൂടാതെ നമ്മുടെ ഈ 7 കോടി അല്ലെങ്കിൽ 6 കോടി നീക്കി വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡ് നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികളിൽ ഒരു ഒട്ടുമുക്കാൽ പങ്കും ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളുടെ വാർഡുകളിലൂടെ മാത്രം ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ വികസന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ആ വാർഡിൻ്റെ പ്രസിഡന്റ് അല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ആ വാർഡിൻ്റെ വൈസ് പ്രസിഡന്റ് അല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് എന്ന നിലവാരത്തിലേക്ക് ദയവ് ചെയ്ത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും മാറണം എന്നുകൂടി ഞങ്ങൾ ഈ
ബജറ്റ് അവതരണത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരം ജനവിരുദ്ധ കാർഷിക വിരുദ്ധ നിലപാടുകളുള്ള നടപടികൾ എടുക്കുന്ന ഈ ബജറ്റിനെ നിഷ്കരണം തള്ളിക്കളയുകയാണ് എന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പാറമൽ, പഞ്ചായത്ത് അംഗങ്ങളായ അനീസ് കരിങ്കപ്പാറ, നിമിഷ പ്രദീപ് എന്നിവർ അറിയിച്ചു.